ഇപ്പൊ മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അതിന് യാതൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 60% ഭാഗ്യവും 40% കഴിവും 10% കയ്യിലിരിപ്പും. ഈ 10% കയ്യിലിരിപ്പിന്റെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലെ. ചില സിനിമകൾ അങ്ങനെയാണ്. ദൈവം നമുക്കൊരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ. ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ. വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് മനസ്സിലേറ്റവും, അതായത് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അത് സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു 10-20 വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിനി തന്നിരിക്കുന്നത്. ആൻഡ് ഹോൾ ക്രൂ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റു ആർട്ടിസ്റ്റുകൾ, ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക. അങ്ങനെ തന്നെയാണ് ഇതിനെ പറയേണ്ടത്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള, ലെയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചൽ. ആൻഡ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇബ്രിൻ ഷൈൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാതുക്ക, അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു റീസൺ. അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടൊപ്പം മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നുവെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ. ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത്. ഇനി ഡിസംബർ 6 പടം വരികയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ഇനി ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റേച്ചലിന്റെ ഹോൾ ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അതിപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളൊരു ലേഡിയാണ്, ആൻഡ് നമ്മുടെ ഡയറക്ടർ ആൻഡ് ഒരു ക്യാരക്ടർ. പക്ഷേ സ്ത്രീ എന്നതിനുള്ളുപരി ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണെന്ന് ഓൾറെഡി ആണ് ഞാനിപ്പോൾ പറയുകയുണ്ടായി. ആൻഡ് സിനിമയിലേക്ക് കൈപിടിച്ച് തന്ന ആ ഗുരുവിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് അഭിമാനം കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്നുകൂടെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ പറഞ്ഞില്ലേ 10-20 വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണം എന്നില്ല. വരുന്നതിൽ നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിൻ്റെ ഒരു വലിയൊരു പാഷനാണ്. അപ്പം ഈ ഒരു സിനിമ വന്നപ്പം
ഈ ഒരു സിനിമ, എൻ്റെ സ്റ്റോറി ലൈൻ, എൻ്റെ ഒരു കഥാപാത്രം, പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ. ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ത് വേണം എന്നുള്ളത്. ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ്. ദൈവം നമുക്കൊരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പം. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിഗ്നേച്ചറായി മാറാൻ റീച്ചലിന് സാധിക്കട്ടെ എന്ന് തന്നെ വേദിയിൽ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നമ്മൾ റീച്ചൽ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് ഐ തിങ്ക് ഗുരു തന്നെയായിരിക്കും, അല്ലെ, വിനയൻ സാർ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ബഹുമാനത്തോടും ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടെയാണ് ഇത് ലഭിച്ചത്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ 2005 ബോയ് ഫ്രണ്ട് വിനയൻ സാറിന്റെ മൂവി വരുന്നത്. അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ഇത്രയും വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല സാർ എന്റെ ഒരു സിനിമയുടെ ഒരു ചടങ്ങിന് വന്നിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ടൈമാണ് അത് സംഭവിക്കുന്നത്. 2025 റീച്ചലിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പം സാറിനെ ഒത്തിരി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും നന്നായിട്ട് ഒരു സീരിയസ് ഫിലിമാണ് അല്ലേ എനിക്ക് തോന്നുന്നു റീച്ചൽ. അത് 6-ാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പാതു മഞ്ജു ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇറക്കുന്നൊരു പടമാണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ പാതു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. അനുഭവമാണ് എനിക്കത്. അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു സീറ്റ് ഉണ്ടാകും. എനിവേ ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു സിനിമ, ഒരു ഫാമിലി. പിന്നെ ഞാൻ ഒത്തിരി വാത്സല്യത്തോടെ കാണുന്ന ബാബുരാജാണേലും ബൈജുവാണേലും ഒത്തിരി പേര് എനിക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബാദു, മഞ്ജു, ഷാബുൽ ഹമീദ്, രാജൻ, നിർമ്മാതാക്കളോടാണ്. നിങ്ങളാണ് ഈ റിസ്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ആനന്ദിനെ കണക്കുള്ള ഒരു ഫ്രഷ് ഡയറക്ടർക്ക് വലിയ അവസരം കൊടുത്തിരിക്കുന്നു. ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ 2005 എനിക്ക് തോന്നുന്നു, അതിനു മുമ്പ് 2002-03 ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ വീട്. ഹണിയുടെ അച്ഛനും ഹണിയും കൂടി മാടപ്പറമ്പിൽ എന്ന അതിപ്പോഴുണ്ടെന്ന് തോന്നുന്ന ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയാറിൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, മണിക്കൂട്ടനെ ഹീറോ ആക്കാം, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നത്. അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും എൻ്റെ സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാർ ഒരു 10 സിനിമ ചെയ്താൽ ആ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അതിന് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാർ 10 സിനിമ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം, സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത്, അല്ലേ? ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവായിലുകളെ, കല്യാണ സൗഗന്ധി, അനില കൊട്ടാരം, അങ്ങനെയുള്ള പടം ചെയ്ത്, ഹൊറർ പടം നിങ്ങൾക്കറിയാം, ആകാശഗംഗ ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും
അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് മനസ്സിലേറ്റവും, അതായത് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആവും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെ സന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സോ ഹരിജോസിന് തിരിച്ചെന്തെങ്കിലും മറുപടി സാറിനോട് പറയാനായിട്ടുണ്ടോ ഈ ഒരു മൊമെന്റിൽ? സാറിനോട് എപ്പോഴും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി ഞാൻ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഭയങ്കര ഫോർമലാവും. നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ സിനിമയുടെ കഥ വന്ന ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ച് പോയത് കൊണ്ട് ഭരതൻ സാറിൻ്റെ ഒക്കെ ഒരു താഴ്വാരം മൂഡിലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന്. അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത്, മഞ്ജു രംഗത്ത് വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടില് അതങ്ങനെ നീണ്ടു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു. അതിനുശേഷം പിന്നെ എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ ഫോൺ എടുക്കാതെയായി, ഉത്തരം പറയാതെയായി. ഞാൻ ഹണിയോട് ചോദിക്കും എന്താണ്. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയാ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെ ഉള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത്. ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന ഈ കഥാപാത്രം. കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അദ്ദേഹത്തിന് അമ്മായിയമ്മയുണ്ട്, പണിക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറാണ്. അതോടൊപ്പം തന്നെ ആനന്ദിനി ആദ്യം വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിന്റെ അപ്പുറമുള്ള ഒരു സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ 4, 5, 6 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംഭവങ്ങളുണ്ട്. അതുപോലെയുള്ള അപ്പൊ അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു. പിന്നെ എൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്താണെങ്കിൽ എനിക്കൊരു 3 കാലഘട്ടമാണത്. അതൊക്കെ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പൊ വിനയൻ സാറും ലാൽ ജോസും അദ്ദേഹമൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. കാരണം ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 ഗെറ്റപ്പ് കിട്ടുക. അതിലാദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട്, ഇറച്ചിവെട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് ഞങ്ങള് അഭിനയിച്ചു. ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങള് വിട്ടുവീഴ്ച ചെയ്ത ഒരു സിനിമ. ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു. അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷാനെ ചോദിച്ചപ്പോൾ ബാദുഷ പറഞ്ഞതിന് മറുപടി എനിക്ക് ഇഷ്ടമായി. ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ല ചേട്ടാ, നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം, ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാം. അപ്പൊ ഞാൻ വെച്ചത് തമാശയായിട്ട് പറയണായിരിക്കും. നോക്കുമ്പോൾ ഡിസംബർ 6 വന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം. അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാനന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടാതിരിക്കട്ടെ, സിനിമ ഒരു നല്ല സിനിമയാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെ ചേട്ടൻ അറിയാം, ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ
എത്തുമെന്നുള്ള കാര്യത്തിന് അതും കൂടി വേണം. ഒരു 60% ഭാഗ്യമാണല്ലോ സിനിമ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 60% ഭാഗ്യവും 40% കഴിവും 10% കയ്യിലിരിപ്പും. ഈ 10% കയ്യിലിരിപ്പിന്റെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ 60% ഭാഗ്യത്തിൽ മഞ്ജു പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും വളരെ സന്തോഷം. സിനിമ വിജയിക്കട്ടെ. ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഭരതൻ സാറിന്റെ താഴ്വാരം എന്നുള്ളൊരു സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം പച്ചയായ മനുഷ്യർ, അവരുടെ വികാരം, അവരുടെ പ്രതികാരം, ഇതെല്ലാമാണ് ഈ സിനിമയിൽ കൂടെ ഇവർ പറയാൻ ആഗ്രഹിച്ചത്. ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരാളുടെ പേര് കൂടി ഇതിനകത്ത് പറയണം, എബ്രിഡ് ഷൈൻ. തീർച്ചയായിട്ടും ഇതിൽ മുകളിൽ പറഞ്ഞിരുന്ന പോലെ എബ്രിഡ് ഷൈൻ പ്രസൻസ്, അദ്ദേഹത്തിന്റെ എല്ലാ നോട്ടങ്ങളും ഈ സിനിമയിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇപ്പം ബാബുരാജേട്ടൻ പറഞ്ഞ പോലെ ഓണത്തിനാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ക്രിസ്മസിലേക്ക് വന്നു. പക്ഷെ ഒരു തമിഴിലൊരു വലിയ ഡയലോഗ് ഉണ്ട്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമെന്ന് നോക്കാം. അല്ലല്ല, ഞാനൊരു കാര്യം പറയുമ്പോൾ ഈ പടം എത്ര വൈകിയാലും, കാരണം ഇത് കാലഘട്ടമാണത്, 70 കാലഘട്ടമാണ്. എത്ര വൈകിയാലും അത്രയും നല്ലതായി സിനിമയ്ക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവർ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു ആനന്ദിനിയുടെ. എനിക്ക് തോന്നുന്നു മുൻകൂട്ടി കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ 2028 കണ്ടാലും 30 കണ്ടാലും ഫ്രഷാണ് സംഭവം. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ഷൈൻ സാറിൻ്റെ കോള് എന്നെ തേടി എത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ഉഴപ്പൻ ക്യാരക്ടറിനെ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ, എന്നോടൊപ്പം ബൈജു ചേട്ടനുമുണ്ട്, ഞാനും ബൈജു ചേട്ടനുമാണ് കൂട്ടുകാർ. നമ്മുടെ ബാബുരായേട്ടൻ്റെ ഐഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. എന്തായാലും ടീമിന് വലിയ വിജയാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്, ഗംഭീര സിനിമയാണ്. താങ്ക്സ് ടു എബ്രിഡ് ഷൈൻ, ആനന്ദിനി ആൻഡ് ബാദു, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും. എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ജോജി പറഞ്ഞ പോലെ പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ കൈ കെട്ടിയ 2 പൊട്ടിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. 2 ഡിഫറെൻറ്റ് ലുക്കുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം. താങ്ക് യു. ആദ്യമായിട്ട് നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്റ്റ് ചെയ്ത് എനിക്കിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രങ്ങൾ, അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശയം അത് കാണുമ്പോഴായിരുന്നു. പിന്നെ ഇത് വേട്ട പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബാദുക്കയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ബാദുക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയുണ്ട്, ആനന്ദിനി മാം എന്ന് പറയുന്ന ഒരു പുതിയൊരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറയുന്നൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയിൽ നിന്ന്, അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു ബ്രേക്ക്, അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പം അതുപോലൊരു റോളാണ്. അപ്പോൾ ഈ സമയത്ത് ഷൈൻ ചേട്ടനും ബാധകക്കും ആനന്ദിനിക്കും ഒരുപാട് നന്ദി. ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല, കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഇതെന്താണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാബുരാജ് പറഞ്ഞ പോലെ ഭരതേട്ടൻ്റെ പഴയ സിനിമകൾ, ഈ ചാട്ട, ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, പിന്നെ ഭരതേട്ടൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു രീതി, റേച്ചലായിട്ട് ഹണീനെ നമ്മുടെ സെറ്റിൽ കാണുമ്പോൾ അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണിയും ആ ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത്
ആണുങ്ങൾക്കേ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ്. പക്ഷെ ഈ പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ബാബുരാജ്, വിനയ് തട്ടില് ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്.